ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ഈ നാളുകൾ ധ്യാനിച്ചു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സുവിശേഷീകരണം അവസാനിച്ച് തൻ്റെ മരണശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ പോവുകയാണെങ്കിലും പരിശുദ്ധാത്മാവിന് ലഭിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സുവിശേഷീകരണം, കർത്താവ് യേശു ക്രിസ്തു ദൈവരാജ്യത്തെപ്പറ്റി ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത സുവിശേഷം ലോകമെമ്പാടും പോയി സുവിശേഷിപ്പാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്, അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ശക്തി കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ലോകമെമ്പാടും സുവിശേഷം പറയാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ശക്തി നിങ്ങളുടെ മേൽ വരും. നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യഹൂദയിലും യെരുശലേമിലും ശമര്യയിലും പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം പോകാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ യെരുശലേം എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന ആ സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് സുവിശേഷം പറയാം. അതിനുശേഷം യഹൂദ്യൻ കുറച്ചുകൂടി വൈഡായിട്ട് കുറച്ചുകൂടി ദൂരേക്ക് പോയി നിങ്ങൾ സുവിശേഷം പറയാം. അത് കഴിഞ്ഞ് ശമര്യയിൽ കുറേ കൂടി ദൂരേക്ക് പോയി നിങ്ങൾ സുവിശേഷം പറയും. പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം പോകും. ഇങ്ങനെ സുവിശേഷീകരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോകാൻ പ്രാപ്തരാകും. നമ്മുടെ ശിഷ്യന്മാരുടെ ജീവിതം എടുത്ത് നോക്കിയിരുന്നാലും അവർ ജെറുസലേമിൽ തുടങ്ങിയവർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ആ 12 പേരിൽ നിന്ന് പോലും ചിതറപ്പെട്ട ഒരവസ്ഥ ഉണ്ട്. അവരിങ്ങനെ 12 പേരാണെങ്കിലും അവർ ലോകത്തിൻ്റെ അറ്റത്തോളം അവർ പോവുകയും പല സ്ഥലങ്ങളിൽ സുവിശേഷം പറയുകയും ശിഷ്യന്മാരെ നേടുകയും അത് പിന്നീട് ഏകദേശം 2000 വർഷങ്ങളായിട്ട് 2000-ലധികം വർഷങ്ങളായിട്ട് ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യുന്ന തരത്തിൽ സുവിശേഷം വ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു മാനുഷിക ശക്തിയിലല്ല ഇത് ചെയ്തതെന്നുള്ളതാണ്. മാനുഷിക ശക്തിയിൽ ഒത്തിരി ഐഡിയോളജീസ് ഒക്കെ ലോകത്ത് സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനേകം ആൾക്കാർ ആശയങ്ങളെ, ഫിലോസഫീസിനെ, പഠനങ്ങളെയൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പല രീതിയിൽ ലോകത്തെ നന്നാക്കാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കുക, എല്ലാം അതിൻ്റെതായ കാലങ്ങളിൽ വരികയും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ സുവിശേഷീകരണം ഇന്നും ഒട്ടും തന്നെ മാറ്റിക്കുറയാതെ ശക്തമായി നിലനിൽക്കുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവർ സുവിശേഷീകരണം നടത്തി എന്നുള്ളതാണ്. അതിന് നമ്മളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറച്ച് ശക്തിപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.